അപ്പൊ ഇനി ഒരിക്കലും ആ പെൺകുട്ടിക്ക് സംസാരശേഷി തിരിച്ചിട്ടില്ലേ? വളരെ റിമോട്ട് ചാൻസേ ഉള്ളൂ. എന്തൊരു കഷ്ടം. മുഴുവട്ടൊന്നുമല്ല അല്ലേ? ഇടയ്ക്ക് തലയ്ക്കൊരു പെയിൻ വരും. അത് വന്നാൽ വല്ലാതെ വയലന്റ് ആവും. മതി കൂടുതൽ പറഞ്ഞ് എന്നെ വിഷമിപ്പിക്കില്ലേ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേട്ടാൽ പിന്നെ എനിക്ക് 3-4 ദിവസത്തേക്ക് ഉറങ്ങാൻ പറ്റില്ല. അല്ല ഡോക്ടർ, എന്തിനായിരിക്കും ആ പേഷ്യന്റിനെ അയാൾ ഇവിടുന്ന് ഡിസ്ചാർജ് ചെയ്തുകൊണ്ട് പോയത്? ഈ രോഗത്തിന് ഹോസ്പിറ്റലിൽ കഴിയുന്നതും വീട്ടിൽ കഴിയുന്നതും ഒരുപോലെയാണ്. പെയിൻ കില്ലിംഗ് ചികിത്സ മാത്രമേ ഇതിനുള്ളൂ. ടാക്സി നമ്പർ നോട്ട് ചെയ്തില്ലേ എന്ന് പറഞ്ഞില്ലേ? എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ ഡോക്ടർ. ശരി. ഇനി അഥവാ ആ കുട്ടിയെ ഇവിടെ വീണ്ടും കൊണ്ടുവരികയാണെങ്കിൽ അതിന്റെ രോഗം ഭേദമാക്കാൻ ഡോക്ടർ മാക്സിമം ട്രൈ ചെയ്യും. അതൊക്കെ പിന്നെ ആദ്യം വിവരം ഞങ്ങൾ അറിയിക്കുക. ആ ടാക്സി നമ്പർ നോട്ട് ചെയ്തില്ലേ? ഒന്ന് പറഞ്ഞില്ലേ? വീട് വന്നൂടെ? ഇപ്പൊ തലയില് വേദനയൊന്നും തോന്നണില്ലല്ലോ. ഓപ്പറേഷൻ കഴിഞ്ഞ നാൻസിക്കുട്ടിയുടെ എല്ലാ അസുഖം മാറും. എന്താ ഒന്നും കഴിക്കാത്തത്? ഞാൻ പിന്നെ കഴിച്ചോളാം ആന്റി. നിന്റെ കാര്യം അല്ല പറഞ്ഞത്, മൈ പെരേര. അവൻ ഈയിടെയായിട്ട് ഫുഡൊന്നും വേണ്ടെന്നായിട്ടുണ്ട്. അതിനൊക്കെ ആ ശമ്പളം കണ്ട് പഠിക്കണം. ആന്റിക്ക് മനുഷ്യരെക്കാൾ സ്നേഹം പട്ടികളോടാണ്. എന്താ സംശയം? പട്ടി മനുഷ്യൻ. ബെന്നി എന്തെങ്കിലും കഴിച്ചോ ആന്റി? ആന്റി, എന്റെ കൂടെ വന്ന ഫ്രണ്ട് ഈ ആന്റിയുടെ കാര്യം. ഐ എം സോറി, മൈ പേഷ്യന്റ്. മൈ ഗുഡ്നസ്, അവന് ഞാൻ ഫുഡ് കൊടുക്കാൻ മറന്നുപോയി. ജീസസ്. വിശന്ന് തളർന്നു കാണൂല്ലേ? കാലിന് കുറവുണ്ട്. നാൻസിക്കുണ്ട്. ഇവിടെ എത്തിയതിനു ശേഷം പെയിനൊന്നും വന്നിട്ടില്ല. എന്നാലും എപ്പോഴാ റെക്കർ ചെയ്യാന്ന് പറയാൻ പറ്റില്ലല്ലോ. ഞാൻ പറഞ്ഞില്ലേ, പെന്നി. പാവം, ഒരായുസിന്റെ മുഴുവൻ വേദനയും അവൾ ഇതിനകം അനുഭവിച്ചിട്ടുണ്ടാവും. തെറ്റാണെന്ന് അറിഞ്ഞിട്ടും ഞാനിതൊക്കെ ചെയ്തു എന്റെ പഴയ നാൻസിക്കുട്ടിയെ എനിക്ക് തിരിച്ചു കിട്ടാൻ വേണ്ടിയാണ്. നാൻസിക്കുട്ടി, ഇതിനുള്ളിൽ എന്താണെന്ന് അറിയാമോ? പറ. എനിക്കറിയില്ല. ഇതാണ് ഞാൻ പറഞ്ഞ ചെറുക്കന്റെ ഫോട്ടോ. ധൃതി കണ്ടില്ലേ? കളിപ്പിട്ടുണ്ട്. തരുന്ന പ്രശ്നമില്ല. ഫോട്ടോ തരുന്നില്ല. നിന്റെ ഫോട്ടോ കാണാൻ മമ്മി, ഈ വായാടിയെ കാണിക്കരുത്. ഇത് മമ്മിയുടെ മരുമകനാകാൻ യോഗ്യനാണോ എന്ന് മമ്മി തന്നെ കണ്ടോന്ന് തീരുമാനിച്ചേ. നല്ല തിങ്കളാഴ്ച വരും കാണാൻ. ജോസി, വീടിന്റെ പണയക്കട പോലെ ഇതുവരെ വീട്ടിൽ തീർന്നിട്ടില്ല. ഒക്കെ നടക്കും മമ്മി. ഡാഡി ഉണ്ടായിരുന്നെങ്കിൽ. ഇനി അതൊക്കെ ഓർത്ത് മമ്മി വിഷമിച്ചോണ്ടിരിക്കരുത്. പിന്നെ തിങ്കളാഴ്ച ഊണ് കഴിക്കാൻ ചെറുക്കനും ഉണ്ടാവും. ഒരു താറാവിനങ്ങ് തട്ടിക്കോ. ഫ്രെഡി, പേരെന്താണെന്ന് ചോദിക്കും. പേരെനിക്കറിയാലോ. അതൊക്കെ, പക്ഷെ ഈ വക സന്ദർഭങ്ങളിൽ അറിയാമെങ്കിലും ചോദിക്കണം. പിന്നെ സംസാരിക്കോ, സംസാരിച്ചാൽ തന്നെ വല്ല വിക്കുണ്ടോ, ശബ്ദം മെയിൽ വോയിസ് ആണോ ഫീമെയിൽ വോയിസ് ആണോ എന്നൊക്കെ ഉള്ള ഒരു ടെസ്റ്റിന് വേണ്ടി അല്ലേ ക്രമങ്ങൾ? ഒൺലി ഫോർ ഫോർമാലിറ്റി. എന്നാ പിന്നെ ഫോർമാലിറ്റീസ് തെറ്റിക്കണ്ട. എന്താ പേര്? ഏതുവരെ പഠിച്ചു? സോറി, അത് മാത്രം ചോദിക്കരുത്. അക്കാര്യത്തിൽ ശുദ്ധ മണ്ടൂസ് ആയതുകൊണ്ട് ആ കെട്ടിച്ചു വിടാമെന്ന് തീരുമാനിച്ചത്.
ആ പിന്നെ നന്നായിട്ട് പാടും. പള്ളിയിലെ എന്റെ ക്വയർ ടീമിലെ പ്രധാന ഗായികയാണ്. ആ ഇതാണ് ഞങ്ങളുടെ മമ്മി. മമ്മി, എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ ഉണ്ടോ? കാര്യങ്ങളൊക്കെ ജേസി പറഞ്ഞിട്ടില്ലേ? സ്ത്രീധനമായിട്ടൊക്കെ തരാൻ ഞങ്ങളുടെ കയ്യിൽ. എനിക്കെല്ലാം അറിയാം. നാൻസി എനിക്ക് ഇഷ്ടമായി ഒരു 100 വട്ടം. ഇനി എന്നെ ഇഷ്ടമായെന്ന് അറിഞ്ഞാൽ മതി. അതിപ്പോ അറിഞ്ഞുതരാം, നോ പ്രോബ്ലം. നാൻസി, ഫ്രെഡിക്ക് ഏത് സ്റ്റുഡിയോയിലാ ജോലി? എന്റെ സ്വന്തം സ്റ്റുഡിയോയാ. വലിയ കേമമായിട്ടൊന്നുമില്ല, അത്യാവശ്യം ജീവിച്ചു പോകാൻ കുഴപ്പമില്ല. പിന്നെ പറയുന്നതുകൊണ്ട് മറ്റൊന്നും തോന്നരുത്, അവക്ക് ഫ്രെഡിയെ ഭയങ്കര ഇഷ്ടായി. പിന്നെ ഇതുവരെ നാൻസിക്കുട്ടി മിണ്ടിയിട്ടില്ല. അവൾ സംസാരിച്ച് കാണണമെന്ന് ഏറ്റവും അധികം ആഗ്രഹിച്ചത് എന്റെ മമ്മിയായിരുന്നു. പക്ഷെ അത് കാണാനുള്ള ഭാഗ്യം കിട്ടുന്നതിന് മുമ്പ് എല്ലാം ഞാൻ ഡോക്ടർ ഫെർണാണ്ടസിൽ അർപ്പിച്ചിരിക്കുക. മറ്റന്നാളാണ് ഓപ്പറേഷൻ. നാളെ തന്നെ നാൻസി മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യണം. താൻ എങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോകും? പോലീസ് ഇപ്പൊ നമുക്ക് വേണ്ടി 4 പാടും വലവിരിച്ചിട്ടുണ്ടാവും. തന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, നമുക്ക് വഴിയുണ്ടാക്കാം. എന്റെ ഒരു സുഹൃത്തുണ്ട്, സൈദാലി, ടാക്സി ഡ്രൈവറാ. അയാളെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞാൽ എടാ, നിന്റെ വാസൊന്നും എന്റെ അടുത്ത് വേണ്ട. ഇല്ല, ഒരു പരിചയമില്ല. നിന്റെ വണ്ടി എന്നെ ഓട്ടം വിളിച്ചല്ലേ? വല്ലാതെ വേദനിക്കുന്നുണ്ട്. എന്താ ചെയ്യാ? വിടൂല്ല. ഓനെ ഞാൻ തെരഞ്ഞെടുപ്പെട്ട ആളാന്ന് അറിഞ്ഞെങ്കിൽ ഇന്റെ വണ്ടി കാലത്തല്ലാതെ എടാ, നിന്നോട് ഇങ്ങനെയൊന്നും ചോദിച്ചിട്ട് ഒരു കാര്യമില്ല. ഇതൊരു മാതൃകാ പോലീസ് സ്റ്റേഷനാ. പ്രതികളുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ട് ഞങ്ങൾ എന്ത് ചെയ്യും? ഇങ്ങനെ പറ, നിന്നെ ഗരുഡത്തൂക്കം തൂക്കണോ അതോ ഒലക്കൊണ്ട് ഉരുട്ടണോ? രണ്ടും വേണ്ട സാറേ. ഞാൻ പറയുന്നതൊക്കെ സത്യാണ്. എടാ, എന്നെ പോലെയല്ല സർക്കിൾ ഇൻസ്പെക്ടർ. ഇടി തുടങ്ങിയ പിന്നെ നിന്നെ പോസ്റ്റ്മോർട്ടം കഴിച്ചിട്ടേ നിർത്തുള്ളൂ. സാറ് തെറ്റിദ്ധരിച്ചാൽ ഞാൻ കാര്യമല്ലോ. ശരി, സൈദാലി, ഉള്ള സത്യം പറ. നിങ്ങളുടെ കൊള്ള സംഘത്തിൽ എത്ര പേരുണ്ട്? സത്യമാണ് സാറേ ഞാൻ പറഞ്ഞേ. ഞാൻ കൊള്ളയിലുമില്ല, സംഘത്തിലുമില്ല. അതൊക്കെ നിർത്തിയിട്ട് കാലം പോയി സാറേ. കള്ളം പറയരുത്. കള്ളന്മാര് കള്ളം പറഞ്ഞ ഞാൻ സഹിക്കില്ല. ഞാൻ സത്യമാണ് സാറേ പറയണേ. കള്ളപ്പണി മുഴുവൻ നിർത്തിയിട്ട് കുഞ്ഞുകുട്ടി പരാതിക്കാരായിട്ട് മാനം മര്യാദയായിട്ട് ജീവിക്കാണ് സാറേ ഞാൻ. ഇനി അവനെ ഉപദ്രവിക്കരുത്. അവൻ പറയുന്നത് സത്യമാണെന്ന് എന്റെ മനസ്സ് മന്ത്രിക്കണം. ആയിക്കോട്ടെ, ഒരു 5-6 അടി കൂടുതൽ കൊടുത്തു കരുതി പ്രശ്നമൊന്നുമില്ലല്ലോ. ഇടിയെന്നുള്ളതിന്റെ പര്യായപരമായിട്ടാണ് ജനങ്ങൾ പോലീസിനെ കരുതുന്നത്. ആ ധാരണ അത്ര പെട്ടെന്ന് മാറ്റിയ ജനങ്ങൾ നമ്മളൊക്കെ ഇടിച്ചെന്ന് വരും. അയ്യോ, അതാ അബദ്ധ. അതാ പറഞ്ഞത് സാറ്. എവിടെയാ അവരെ ഇറങ്ങിയത്? തേവര വെറിന്റെ അവിടെ തെക്കോട്ട് മാറി ആ മുക്കിലാണ് ഇറക്കി വിട്ടത്. ഞാൻ പലതവണ സാറിനോട് പറഞ്ഞതാണ് ഏമാന്. അവിടുന്ന് പിന്നെ അവരെങ്ങോട്ടാ പോയേ? അതെനിക്ക് അറിഞ്ഞൂടാ. ഇറക്കി വിട്ട സ്ഥലം കൃത്യമായിട്ട് ഓർമ്മയുണ്ടോ? ആ, അത് ഓർമ്മയുണ്ട്. ഓക്കെ, കുഞ്ഞിശോ സാർ, ആ ജീപ്പിന്റെ സ്റ്റാർട്ട് നമ്മൾ മാറി നോക്ക്. സാർ, ഇതെവിടെ നോക്കിയാണ് നടക്കുന്നത്? ഞാൻ ഈ നാട്ടുകാരനല്ല, അതുകൊണ്ട്. മുറുക, നീ പാക്കലിടാ ഞാൻ നടക്കുന്നത്. ലൊടലൊടാണ് തിരുട്ടപ്പെടും. സോറി സാർ. കാലും പോച്ച് കാശും പോച്ച്. ഓടി വാങ്ങ
എവിടെയാ? ഒരു പിടിയില്ല. ഒന്നുമില്ല മോളെ, പേടിക്കാനൊന്നുമില്ല. ഒരു ചെറിയ കൊണ്ട. നീ എന്തിനാ മഴയത്ത് ഇറങ്ങി കളിക്കാൻ പോയത്? പോലീസ് എത്തിയിട്ടുണ്ട്. ഉടനെ ഇവിടുന്ന് രക്ഷപ്പെടണം. ഇല്ലെങ്കിൽ ഞാനും നിന്റെ ചേട്ടനും പോലീസിന്റെ കയ്യിലാവും. നിൽക്കണം. കുഞ്ഞീശോ, നിങ്ങൾ ഈ ഒരു വീടിന് പിൻഭാഗത്ത് വാ. നിങ്ങൾ അതിലേ വാ. താൻ കൂടെ വരും. വാടോ. സാർ, അവന്റെ വീട് കണ്ടുപിടിച്ചല്ലോ. ഇനി അവൻ പോയിക്കോട്ടെ. നീ പോകാറാകുമ്പോ ഞങ്ങൾ പറയും. ഓ, രക്ഷപ്പെടാൻ ശ്രമിക്കണ്ട. ഏ?